നമ്മളിന്ന് ക്രോഷയിൽ സിമ്പിൾ ഹാർട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഡബിൾ കളറിൽ ചെയ്തിട്ടുണ്ട്, സിംഗിൾ കളർ ചെയ്തിട്ടുണ്ട്. ഡബിൾ കളർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മാജിക് സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കളറിൽ ചെയ്യാം. സർക്കിൾ ഒരു കളറിൽ, പുറം ഭാഗം വേറൊരു കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കുന്നത് സിംഗിൾ കളറിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ യാൺ തന്നെയാണ്. പിന്നെ ഹുക്ക് 4mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ നിർബന്ധമായിട്ടും ഇടുക. കാരണം എന്താ വെച്ചാൽ മാജിക് സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ടെങ്കിലും സ്റ്റിച്ച് മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ മാജിക് സർക്കിൾ ഇട്ടിട്ട് 2 ചെയിൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ 15 ഡബിൾ ക്രൂഷേ ചെയ്യാം. ഇപ്പോൾ ഞാൻ മാജിക് സർക്കിൾ ചെയ്യാൻ പോവുക. എന്നിട്ട് 2 ചെയിൻ ഇട്ടു. ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യുക, 15 ഡബിൾ ക്രൂഷേ ചെയ്യാൻ പോവാണ്. 1 ആദ്യത്തെ ചെയ്തു. ആദ്യത്തെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിച്ച് മാർക്കർ ഇടാൻ പോവാണ് കേട്ടോ. ചെയിന് കാണുന്നുണ്ടോ നിങ്ങൾ? കറക്റ്റ് ചെയിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിച്ച് മാർക്കർ ഇട്ട് മാർക്ക് ചെയ്തു കേട്ടോ. ഇനി ഇപ്പോൾ ഒരെണ്ണം ചെയ്തു. ഇനി ടോട്ടൽ ബാക്കി 14 ഡബിൾ ക്രൂഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം. ഇപ്പം ഞാൻ 15 ഡബിൾ ക്രൂഷേ മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിത് ടൈറ്റ് ചെയ്യാം. കണ്ടോ, ടൈറ്റ് ചെയ്തു. നന്നായിട്ട് വലിച്ചുകൊണ്ട് സ്പേസ് കാണരുത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡബിൾ ക്രൂഷേ സ്റ്റിച്ച് മാർക്കർ ഇട്ടിങ്ങനല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ശേഷം നെക്സ്റ്റ് റൗണ്ടിൽ ഞാൻ എന്താ ചെയ്യണം, ഈ റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു കളർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ സിംഗിൾ കളറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി 2 ചെയിൻ ഇടാം. നമ്മൾ 2 ചെയിൻ ഇട്ട ശേഷം അതേ ചെയിൻ, ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ചെയിൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രൂഷേ ചെയ്യുക. കണ്ടോ, ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇട്ട് ഓക്കെ ആക്കി. പിന്നെ നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ ചെയ്യണത്, 4 ട്രിപ്പിൾ ക്രൂഷേ ചെയ്യാൻ പോകട്ടെ. ട്രിപ്പിൾ ക്രൂഷേ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അടുത്തതിൻ്റെ നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, 4 ട്രിപ്പിൾ ക്രൂഷേ ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രൂഷേ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടാമത്തെ ട്രിപ്പിൾ ക്രൂഷേ. നാല് ട്രിപ്പിൾ ക്രൂഷേ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ, താഴെ ഭാഗത്ത് വരുന്ന സ്റ്റിച്ച് എന്താ വെച്ചാൽ 1 ഡബിൾ ക്രൂഷേ, 1 TRC ട്രിപ്പിൾ ക്രൂഷേ, പിന്നെ ഒരു 1 ഡബിൾ ക്രൂഷേ. അങ്ങനെയാണ് ഈ സ്റ്റിച്ചിൽ, ഈ ചെയിനിൽ വരുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡബിൾ ക്രൂഷേ നമ്മൾ ചെയ്തു, പിന്നെ ഒരു ട്രിപ്പിൾ ക്രൂഷേ അതിൽ ചെയ്തു. വീണ്ടും ഒരു ഡബിൾ ക്രൂഷയും കൂടെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്തു. ഇപ്പോൾ താഴ്ഭാഗമായി. ഇനി ഒരു റൗണ്ട് സൈഡ് വന്നു. ഈ സൈഡിൽ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ. ഫസ്റ്റ് ആദ്യത്തെ 4 ഉള്ളിൽ
ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യും. 1 2 3 4. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 4 ട്രിപ്പിൾ ക്രോഷ്യ. 1 2 3 and 4. 4 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു സ്റ്റിച്ച് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചുകൾ കേട്ടോ. സ്റ്റിച്ചുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ട ശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. സ്റ്റിച്ചുകളൊന്നും മനസ്സിലാക്കാൻ നമുക്ക് ഈസിയിൽ ഓരോ സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ ആണ് നമ്മൾ പഠിച്ച സ്റ്റിച്ചുകൾ വെച്ചിട്ട്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇതിന് പകരം കുറച്ച് ചെയിൻ വെച്ചിട്ട് ഇവിടെ താഴത്ത് ഇവിടെ വച്ചിട്ട് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം, ലോക്ക് ചെയ്യാം. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയിൻ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ചെയിൻ ഇട്ട് താഴ്ത്തിയിടുക. ഒരു മാല പോലെ നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കിയ ഒരു മാല പോലെയൊക്കെ വെക്കുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഹാർട്ട്. ഇനി ഈ യാണ് നിങ്ങൾ എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് ആക്കി വെക്കണം, ബാലൻസ് ഉള്ള യാണുകളൊക്കെ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ടൈപ്പ് സ്ട്രീ നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹുക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. ഹുക്ക് വെച്ചിട്ടാകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഒരു പ്രശ്നമില്ലാത്ത ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2-3 വട്ടം വലിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. പക്ഷെ ഷേപ്പ് മാറിപ്പോകരുത്. അതേപോലെ തന്നെ ഈ ആണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ടൈപ്പ് സ്ട്രീ നീഡിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ വലിക്കുക, ടൈറ്റ് ചെയ്ത് വലിക്കരുത്, ലൂസിൽ വെച്ചാൽ മതി. 2-3 വട്ടം ഇങ്ങനെ നമ്മൾ യാണ്ട് ഉള്ളിൽ കൂടെ വലിച്ച് വെച്ചാൽ പിന്നെ അത് ഊരിപ്പോരില്ല. കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ എൻഡ് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത്, അപ്പോൾ അത് പിന്നെ ഊരിപ്പോരും. അപ്പോൾ 2-3 വട്ടം സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വെച്ച ശേഷം നിങ്ങളത് കട്ട് ചെയ്ത് കഴിയും. അപ്പോൾ ഇതാണ് ഹാർട്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്തിട്ട് എല്ലാവരും ഡീറ്റെയിൽസ് എനിക്ക് വിട്ടുതരാം, കമൻ്റായിട്ട് തന്നെ വിട്ടുതരാം. ഓക്കെ, താങ്ക് യു.